അപ്പോൾ ഗായ്സ് ഇന്നലെ നമുക്കൊരു കല്യാണം ഉണ്ടായി. നമ്മൾ റിസോർട്ടിൽ വെച്ചിട്ടായിരുന്നു പയ്യാമ്പലത്ത്. അപ്പോൾ അത് നമ്മൾ അണിഞ്ഞൊരുങ്ങി അടിപൊളിയിൽ പോയിട്ട് വന്നു. ഞാനും രണ്ട് മക്കളും പിന്നെ എൻ്റെ നെത്തിക്കുട്ടിയും കൂടി ഉണ്ടായി. അങ്ങനെ നല്ല സന്തോഷമായിട്ട് വൈകുന്നേരം മീൻസ് എൻ്റെ നാട് കണ്ണൂരാണ്. അപ്പോൾ കണ്ണൂർ വെച്ചാൽ ഈ കല്യാണം കണ്ണൂരിലെ കല്യാണമായിരുന്നു. അതുകൊണ്ട് എൻ്റെ കൂടുതൽ ഞാൻ കാണാൻ വിചാരിച്ച ആൾക്കാരൊക്കെ കണ്ടു ഭയങ്കര സന്തോഷമായി. ഒന്നും പറയണ്ട, കുറേ കാലത്തിന് ശേഷം കണ്ടതാണ്. അങ്ങനെ നമ്മളെ മക്കളും കൂടി നന്നായിട്ട് എൻജോയ് ചെയ്ത്. ഇതിൻ്റെ ബാക്ക് സൈഡൊക്കെ കടലൊക്കെയാണ്. അങ്ങനെ കടലൊക്കെ കാണിച്ചു കൊടുത്തു. പിന്നെ വെച്ചാൽ നമ്മൾ ചെയ്ത് വെച്ചാൽ ഞാൻ കല്യാണത്തിൽ നിന്ന് പെട്ടെന്ന് തന്നെ അവിടുന്ന് ഒരു 2:30 മണിയാകുമ്പോഴത്തേക്ക് അവിടുന്ന് ഞാൻ ഇറങ്ങി. പിന്നെ നേരെ വണ്ടി പിടിച്ച് ഓട്ടോ പിടിച്ച് നമ്മൾ എൻ്റെ പഴയ നമ്മൾ ആദ്യം താമസിച്ച് അവിടത്തേക്ക് പോയി. അവിടെ നിന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട കുറേ ആൾക്കാരുണ്ട് അവിടെ, അവരെയൊക്കെ കണ്ടു. കുറച്ച് ആൾക്കാർ സുഖമില്ല അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഭയങ്കര പരാതി പറഞ്ഞു, നിന്നെ എങ്ങനെയാണ് കാണാൻ മക്കളെയൊക്കെ, നമുക്ക് പ്രായമായിട്ടല്ലേ കാണാൻ പറ്റാഞ്ഞത്, അപ്പം ദുനിയാവിലുണ്ടായിട്ട് കാണാൻ പറ്റുന്നില്ലല്ലോ, അങ്ങനെ ഒരു വിഷമമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഫീലായിപ്പോയി. അപ്പം അങ്ങനെ അവരെ പിന്നെ വേറെ ആൾക്കാരൊക്കെ കണ്ട് നല്ല സന്തോഷമായിട്ട് നമ്മൾ തിരിച്ചു വന്നു. അങ്ങനെ കാണുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു സ്നേഹം അത് നമ്മളെ ആ ഒരു കണ്ണൂരിന് മാത്രമേ, നമ്മളെ സിറ്റിക്ക് മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു ആളാണ് ഞാൻ. അങ്ങനെ വല്ലാണ്ട് ഫീൽ ചെയ്ത് ഗൈസ്, ഒന്നും പറയാനില്ല. അപ്പോൾ പിന്നെ വെച്ചാൽ നമ്മൾ പാരൻസ് ശ്രദ്ധിക്കുക, നമ്മളെ മക്കളെയും കൂട്ടിയിട്ട് നമ്മൾ പുറത്ത് പോകാത്ത പാരൻസ് ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. നമ്മളെ മോന് വെച്ചാൽ എൻ്റെ മോന് 3.5 വയസ്സ് ആ ഒരു ടൈമിലാണ് പുറത്തൊക്കെ പോയി തുടങ്ങുന്നത് വെച്ചാൽ നന്നായിട്ട്. വെച്ചാൽ ഞാൻ ഉള്ളിലാണ്, കണ്ണൂരിൽ നിന്ന് ഞാൻ കുറച്ച് ഉള്ളോട്ടായിട്ടൊരു മുണ്ടേരി എന്നുള്ളൊരു പറയുന്ന ഒരു സ്ഥലത്താണ്, അവിടെ ഉള്ളോട്ടാണ്. അപ്പോൾ വെച്ചാൽ എനിക്ക് റോഡ് എത്തുക മീൻസ് ഒരു വണ്ടി കിട്ടുക, ഞങ്ങൾ ബസ് യാത്ര തന്നെയാണ് കൂടുതലും, ബസ്സും കുറവാണ്. അങ്ങനെ ഒരു വണ്ടി കിട്ടിയിട്ട് പോയി വരിക, റിട്ടേൺ നമ്മളെ വീട്ടിൽ തന്നെ തിരിച്ചെത്തുക എന്നൊക്കെ പറയുമ്പോൾ എല്ലാം ലേറ്റ് ആവും. അപ്പോൾ വലിയ പ്രശ്നം തന്നെയാണ്. പിന്നെ കുട്ടികളും ചെറുതാണ്, അവർക്ക് വിശപ്പിൻ്റെ കാര്യമെല്ലാം മെല്ലെ ഭക്ഷണമൊക്കെ കഴിക്കുക അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ലേറ്റായി. പിന്നെ കുഞ്ഞുവാവയും ഐസുവും എല്ലാം ചെറുതാണ്, അതുകൊണ്ട് പിന്നെ ഞങ്ങൾ അങ്ങനെ ഇത് സൗകര്യമൊക്കെ ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ മക്കളെ കൂടെ എൻജോയ് ചെയ്ത് അവർക്ക് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ടൈം മാറ്റി വെച്ച് അവരെ കൂടെ പോകണമെന്ന് നിർബന്ധമാണ് ഗായ്സ്. കാരണം വെച്ചാൽ എൻ്റെ മോന് രാത്രിയൊക്കെ എണീച്ച് എനിക്ക് എവിടെയും പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മാനെ വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് പാതിരക്കൊക്കെ കരഞ്ഞിട്ടൊക്കെ ഉണ്ട്, ഉറക്കം ഞെട്ടിയിട്ട് എനിക്ക് പോകണം എന്നൊക്കെ പറഞ്ഞു. സ്കൂളിൽ പോകാൻ തുടങ്ങിയപ്പോൾ ഫ്രണ്ട്സിൻ്റെ വായിൽ നിന്നൊക്കെ കേൾക്കുകയല്ലേ, ഓരോ അടുത്ത് പോയിട്ട് വാങ്ങിച്ച സാധനം കൊണ്ടുവന്നതും എന്തൊക്കെയോ സ്കൂളിൽ കൊണ്ടുവരുന്നു. അങ്ങനെയൊക്കെ ഞാൻ ടീച്ചറോട് ചോദിച്ചപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഓരോ അറിവ് കിട്ടിയപ്പോൾ മോന് വലുതാകാൻ തുടങ്ങിയല്ലോ, അതിനനുസരിച്ച് മോൻ എന്നോട് ആവശ്യപ്പെടാനും തുടങ്ങി. അങ്ങനെ മക്കൾക്ക് വേണ്ടിയിട്ട് ഇപ്പം എൻ്റെ ലൈഫിൽ വെച്ചാൽ എൻ്റെ മക്കൾ വേണ്ടിയിട്ട് കുറച്ച് സന്തോഷങ്ങളൊക്കെ അവർക്ക് ഞാൻ കൂടെ നിന്നിട്ട് അങ്ങനെയൊക്കെ ചെയ്ത് വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അങ്ങനെയാണ് പോകുന്നത്. അപ്പം പോവാത്തവരെ പാരൻസ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കും പോവാത്തത്, പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും എപ്പോഴെങ്കിലുമൊക്കെ അവരെ സന്തോഷം നമ്മൾ തിരിച്ചറിയണം, അവരെ കൂട്ടത്തിൽ പോകണം. അവരെ വർത്താനം നമ്മൾ അവരെ കൂടെ ചേരുന്നുണ്ട് എന്ന് ആവുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു സന്തോഷം, അവരെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ അതൊക്കെ വേറെ തന്നെയാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഈ കാലം ഈ ചെറിയ സമയം പോയാൽ പിന്നെ അത് നമുക്ക് തിരിച്ച് കിട്ടില്ല. അവരെ വണ്ണം വെച്ച് കഴിഞ്ഞാൽ അവർ വേറെ ലെവലിലേക്ക് ഓരോ ഘട്ടമായിട്ട് മാറി മാറി വരിക ചെയ്യുക. അപ്പം നമ്മൾ ഈ കുട്ടിപ്രായം മിസ് ചെയ്യരുത്. അപ്പോൾ പാരൻസിനോട് പ്രത്യേകം പറയുക, നമ്മളെ മക്കളെ കൂട്ടിയിട്ട് പോകേണ്ട സ്ഥലമൊക്കെ ഉണ്ട്, അങ്ങനെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് കൂട്ടിയിട്ടൊക്കെ പോകണം. പിന്നെ ഐസൂട്ടി ആ ബോട്ടിലും വെള്ളം വിടുന്നുണ്ടായില്ല, അവൾക്ക് വെള്ളം വേണം. പിന്നെ ഓരോ ബോട്ടിൽ ഞാൻ മാറ്റി മാറ്റി കൊടുക്കുകയാണ് ചെയ്തത് ഗൈസ്. ഭയങ്കര ദാഹം ഉണ്ടായി, നല്ല കാറ്റുണ്ട്, നല്ല അന്തരീക്ഷമാണ്. മോനാണെങ്കിൽ പിന്നെ റോസാപ്പൂവും കൊണ്ട് നടക്കുകയാണ്. എല്ലാം കൊണ്ടും മക്കൾ രണ്ടാൾ ഹാപ്പിയാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.